മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ ശിരൂരിൽ മൃതദേഹം കണ്ടെത്തി. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്നും 60 കിലോമീറ്റർ മാറി കടൽ തീരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ആരുടെ മൃതദേഹമാണെന്ന് വ്യക്തമല്ല. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, നേരത്തെ തന്നെ നമ്മൾ ആദ്യമായി ന്യൂസ് 18 വാർത്ത പുറത്തുവിടുന്നു. ശിരൂരിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തി. പക്ഷേ ഇപ്പോഴും ആരുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന കാര്യത്തിലേക്ക് നമുക്കൊരു സ്ഥിരീകരണത്തിലെത്താനായിട്ടില്ല. പ്രധാനമായും 3 പേർ അവിടെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അർജുനടക്കം, നമ്മുടെ പ്രിയപ്പെട്ട അർജുനടക്കം 3 പേരെ കുറിച്ചൊരു വിവരം നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഈശ്വർ മാൽപ്പയ സ്ഥലത്തെത്തിയോ? ബൈജു, വിശദാംശങ്ങൾ. ഭവ്യ, നമ്മൾ ഏറ്റവും പുതിയ വിവരം, ഈ മൃതദേഹം ആദ്യം കണ്ടെത്തിയ മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കടലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ മൃതദേഹം കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് ഒരു മൃതദേഹ അവശിഷ്ടമാണെന്നാണ്. മാത്രമല്ല, വലയിൽ ഈ കാല് കുടുങ്ങിയ നിലയിലാണ് മൃതദേഹമുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അല്പസമയം മുമ്പാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. അദ്ദേഹം ആ മൃതദേഹത്തിന്റെ അരികിലേക്ക് പോവുകയാണ്. പുറത്തേക്ക് ഇപ്പോൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. പിന്നീട് ഇത് ആരുടേതാണെന്ന ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല, ഈ സമയത്തും ലഭിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് മനസ്സിലാവാത്ത രീതിയിൽ അത്രത്തോളം ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമീപത്തുനിന്നായ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ അങ്ങനെയാകാം. അതല്ലെങ്കിൽ ഈ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിരൂരിൽ മണ്ണിടിച്ചിൽ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് കാണാതായിട്ടുള്ളത്. ലോകനാഥും ജഗദീഷും ഒപ്പം അർജുനും. ഇവരുടെ 3 പേരുടെ ആരുടെയുമാകാം എന്ന ഒരു 2 നിഗമനമാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അപ്പോഴും ഇത് DNA പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഇത് മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ DNA പരിശോധന വേണം. ഇപ്പോൾ അർജുന്റെ അനുജൻ അഭിജിത്തിന്റെ DNA പരിശോധന ഫലം നിലവിൽ അവിടെ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹത്തിന്റെ DNA പരിശോധന ഫലം നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ജില്ലാ ഭരണകൂടവും അതിന് ഒരുങ്ങുകയാണെന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇതുവരെ ആരുടെ മൃതദേഹമാണ് ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു കുറച്ച് പഴക്കമുണ്ട്, ഒരു പുരുഷന്റേതാണ് എന്ന ഒരു സ്ഥിരീകരണം മാത്രമാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്നത്. ഈശ്വർ മൽപ്പെ സംഭവ സ്ഥലത്ത് ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് അർജുന്റെ ബന്ധു ജിതിൻ അവിടെ നിന്നും ഇന്നലെ രാത്രിയാണ് നാട്ടിലേക്ക് തിരിച്ചത്. സ്വകാര്യ ആവശ്യത്തിന് അദ്ദേഹം തിരിക്കുകയായിരുന്നു. ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചപ്പോൾ വലിയ ആശങ്കയായിരുന്നു അദ്ദേഹത്തിന്. തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്നിട്ടും തിരച്ചിൽ തുടരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ജില്ലാ ഭരണകൂടം. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അർജുന്റേതാണോ, അതല്ല നേരത്തെ കാണാതായ മറ്റ് 2 കന്നഡികരുണ്ട്, അവരുടേതാണോ, അതല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളിയുടേതാണോ എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. ഏതായാലും പ്രാഥമികമായി നമുക്ക് ഈ മണ്ണിടിച്ചിലിൽ കാണാതായ 3 പേരുടേതോ അതോ മത്സ്യത്തൊഴിലാളിയുടേത് എന്നത് ഇവർ മൃതദേഹം പുറത്തെത്തിക്കുന്നതോടെ നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് അല്ലെങ്കിൽ DNA പരിശോധനാ ഫലം 2 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ പരിശോധനകൾ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് സംഘം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ഒപ്പം ലോറി ഉടമ ഉൾപ്പെടെ ഉള്ളവർ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ശിരൂരിൽ എത്തുന്നുണ്ട്. ഏതായാലും അതല്ലെങ്കിലും തിരച്ചിൽ തുടരാനുള്ള, നാളെ മുതൽ തുടരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും ഉള്ളത്. ഏതായാലും ഇതിന് നിർണായകമായ ഒരു വിവരം ഒരു പക്ഷേ വൈകാതെ തന്നെ നമുക്ക് ലഭിച്ചേക്കാം. ഭവ്യ, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.